ഈയൊരു പ്രതിമ കാണുമ്പോൾ തന്നെ ഇന്ന് ഞങ്ങൾ വന്ന സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ കോയമ്പത്തൂരിലെ ആദിയോഗി ശിവപ്രതിമ കാണാനാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. എത്തിയപ്പോൾ സമയം 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും വെയിലിനൊട്ടും കുറവില്ലായിരുന്നു. ഉള്ളൊന്ന് തണുപ്പിക്കാൻ ഒരു ഐസ്ക്രീമും വാങ്ങി കഴിച്ചുകൊണ്ടാണ് ഞങ്ങൾ നടന്നത്. ഐസ്ക്രീം കണ്ടപ്പോഴേ ഞങ്ങളുടെ കുട്ടീസൊക്കെ ഉഷാറായി. നമ്മുടെ ഈ ആദിയോഗി ശിവപ്രതിമയുടെ ചരിത്രം പറയുകയാണെങ്കിൽ ആദ്യം ഇഷ ഫൗണ്ടേഷനെ പറ്റി അറിയണം. 1992 ആത്മീയാചാര്യനായ സദ്ഗുരു ജഗ്ഗി വാസുദേവ് സ്ഥാപിച്ച ഒട്ടും ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ സംഘടനയാണ് ഇഷ ഫൗണ്ടേഷൻ. യോഗയുടെ പ്രാധാന്യവും ഗുണങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇഷ യോഗ എന്ന പേരിൽ ഒരു സംരംഭം തുടങ്ങുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ കാണുന്ന വെള്ളിയാങ്കിരി മലനിരകളുടെ താഴ്വരയിലായി 112 അടി ഉയരത്തിൽ ഒരു ആദിയോഗി ശിവപ്രതിമ സ്ഥാപിക്കുന്നത്. ഇതിൽ 112 എന്നത് യോഗികളുടെ സംസ്കാര പ്രകാരം മോക്ഷം നേടാനുള്ള 112 മാർഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. പൂർണ്ണമായും സ്റ്റീലിൽ നിർമ്മിച്ച ഈ പ്രതിമയുടെ ഭാരം 500 ടണ്ണാണ്. ആദിയോഗി പ്രതിമയിൽ ശിവനെ ആദ്യത്തെ യോഗി എന്നും മനുഷ്യർക്ക് യോഗ വാഗ്ദാനം ചെയ്ത ആദ്യത്തെ ഗുരു എന്ന നിലയിൽ ആദിഗുരു എന്നും ചിത്രീകരിക്കുന്നു. യോഗ പരിപാടികൾ മാത്രമല്ല, ഇഷ വിദ്യ എന്ന പേരിൽ ഗ്രാമീണരായ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉറപ്പുവരുത്താനും പ്രൊജക്ട് ഗ്രീൻ ഹാൻഡ്സ്, റാലി ഫോർ റിവേഴ്സ് തുടങ്ങി സാമൂഹികവും പാരിസ്ഥിതികവുമായ ഒട്ടനവധി സംരംഭങ്ങൾ ഇഷ ഫൗണ്ടേഷന്റെ കീഴിൽ നടന്നു വരുന്നുണ്ട്. ഞങ്ങളിവിടെ എത്തിയ സമയം സേവ് സോയിൽ എന്ന പേരിൽ ഒരു ഫ്ലാഷ് മോബ് നടക്കുന്നുണ്ടായിരുന്നു. ആദിയോഗി ശിവപ്രതിമയുടെ മുന്നിലായി യോഗേശ്വർ ലിംഗ എന്ന ഒരു വിശുദ്ധ ശിവലിംഗം സ്ഥാപിച്ചിട്ടുണ്ട്. നിത്യപൂജ നടക്കുന്ന അവിടെ ഭക്തർക്ക് പ്രവേശനവുമുണ്ട്. ഇവിടെ വന്ന് കണ്ടതിൽ വെച്ച് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ശിവന്റെ കഴുത്തിൽ അണിയിച്ചിട്ടുള്ള ഈ ഒരു മാലയാണ്. ലക്ഷക്കണക്കിന് രുദ്രാക്ഷങ്ങൾ കോർത്തുമെടഞ്ഞുണ്ടാക്കിയ ഈ മാല എത്ര പേരുടെ കൂട്ടായ്മയുടെ അടയാളമാണ്. അതുപോലെ തന്നെ വളരെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ മാത്രമാണ് ലോഹപാളികൾ ചേർത്ത് വെച്ച അടയാളം നമുക്ക് മനസ്സിലാകുന്നത്. അത്രത്തോളം സൂക്ഷ്മമായി ചെയ്തിട്ടുള്ള ഒരു നിർമ്മിതിയാണിത്. നമ്മൾ പ്രതിമയിൽ തൊടാതിരിക്കാനായി ഇവിടെ ത്രിശൂലങ്ങൾ ചേർത്ത് വെച്ച് ഒരു വേലി നിർമ്മിച്ചിട്ടുണ്ട്. നോക്കൂ, ശിവന്റെ ജടയും സർപ്പവും ചെവിയുമൊക്കെ ലോഹത്തകിടുകൾ കൊണ്ട് എത്ര പൂർണ്ണതയോടെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ശിവന്റെ സർപ്പം പ്രകൃതി സൗഹൃദത്തിന്റെയും ജീവജാലങ്ങളോടുള്ള സഹവർത്തിത്വത്തിന്റെയും തെളിവാണെന്നാണ് വിശ്വാസം. 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരക്ക് കൂടിക്കൂടി വന്നു. 7 മണിക്ക് ആദിയോഗി ദിവ്യദർശനം എന്ന പേരിൽ ഒരു 3D ലേസർ ഷോ നടക്കുന്നുണ്ട്. നിങ്ങളിവിടെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഷോ ഒരിക്കലും മിസ് ചെയ്യരുത്. ആദിയോഗിയുടെ പിറവിയെക്കുറിച്ചും യോഗാശാസ്ത്രം എങ്ങനെ മനുഷ്യരിലേക്ക് എത്തിയെന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ ഷോയിൽ വിവരിക്കുന്നത്. ഏകദേശം 15 മിനിറ്റോളം വരുന്ന ഈ ഷോയിലെ ചില ഭാഗങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കണ്ടു നോക്കൂ. Kindly avoid standing during the show. Also, please avoid using your mobile phone torch lights during the show.
3,000 years ago, a being appeared in the upper regions of Himalayas. When his ecstasy allowed him some movement, he danced wildly. When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they called him a yogi, as he was the first one, the Adi Yogi. Only 7 seekers remained, as they could not tear themselves away from him. He transmitted the profound science of yoga in its full depth and dimension. Devi Parvati, seeing Adi Yogi reveling in ecstatic states, said, "I want to have what you have. Show me the way." Adi Yogi absorbed her and made her a part of himself, and hence he is the Ardhanari, the ideal man, where one half of him is woman. This spectacular being is not of the past, but the future of humanity. To move humanity from hallucinations of ups and downs to nameless ecstasies of one's interiority.